ആദ്യം തന്നെ ഫുട്ബോളിൽ ഉൾപ്പെടെ മികച്ച ഇൻവെസ്റ്റ്മെൻറ്റുകൾ നൽകിയ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. ഇനി അപമാനങ്ങൾ സഹിച്ചു വയ്യ. കിട്ടിയ എല്ലാ അപമാനങ്ങൾക്കും പുച്ഛങ്ങൾക്കും മറുപടി ചോദിക്കാൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ തീരുമാനം. എതിരാളികളെ വെട്ടിക്കൂട്ടി ആ കാലം തിരികെ പിടിക്കണം. പലരുടെയും നെഞ്ചത്ത് ചവിട്ടുന്ന ആ കാലങ്ങളെ വരവേൽക്കണം. അത് തന്നെയാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഈ മാനേജ്മെന്റിന്റെ തീരുമാനം. ഡിയർ നിഖിൽ വി നിമകഥ, നിങ്ങൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ചെയ്താൽ നിങ്ങളെ കല്ലെറിഞ്ഞ അതേ ആരാധകർ തന്നെ നിങ്ങളെ നെഞ്ചോട് ചേർക്കും. എന്നാൽ അത് ഓർത്താൽ നല്ലത്. കാരണം അത്രയേറെ സമർപ്പിച്ചാണ് ഓരോ ആരാധകനും ഈ ക്ലബിന് വേണ്ടി അവരുടെ എല്ലാം ചെലവഴിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ നല്ലത്. കെവിൻ ജോക്കിന്റെ സൈനിങ്ങോടെ എല്ലാം അവസാനിച്ചു, ഇനി ഒന്നുമില്ലെന്ന് പ്രഖ്യാപിച്ചെടുത്തു നിന്ന് അതൊന്നും തീർന്നിട്ടില്ല രാമ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഒന്നും കൂടെ ഉണ്ട് രാമ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന് പകരം ഇനിയും വരാൻ ഒത്തിരി ഉണ്ട് രാമ എന്ന് ഉറക്കെ പറയുകയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഈ ആരാധകരിലേക്ക്. നമ്മുടെ സ്പെയിനിൽ നിന്ന് രണ്ടുപേരെയും ഒരു ആഫ്രിക്കൻ കരുത്തിനെയും എത്തിച്ചുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് എത്തുന്നത്. ആരാധക ജനലക്ഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു, സ്വന്തം ആരാധകർ പോലും പറഞ്ഞിരുന്നു ഈ ടീമുമായി പോകുന്നതാണെങ്കിൽ എതിരാളികളിൽ നിന്ന് അടികൊണ്ട് മെഴുകുമെന്ന്. എന്നാൽ അവിടെ നിന്ന് എതിരാളികളോട് ചെറുത്ത് നിൽക്കാൻ കെൽപ്പുള്ള ടീമായി ഈ ടീം മാറുകയാണ്. അപ്പം എന്താണ് പറയാനുള്ളത്? വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഫുൾ വീഡിയോ ചാനലിലുണ്ട്.